റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സമാധാന ഉടമ്പടിക്കായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്നാൽ അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ യുക്രൈനും അതിന്റെ സഖ്യകക്ഷികളും തള്ളിക്കളഞ്ഞെങ്കിലും ഇത് ഈ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരുപക്ഷെ നിർണായകമായൊരു ഘട്ടമായി മാറിയേക്കാം. അലസ്കയിൽ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് പുടിന്റെ ഈ നിർദ്ദേശങ്ങൾ പുറത്തു വന്നതെന്നതും ശ്രദ്ധേയമാണ്. റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പുടിൻ പ്രധാനമായി 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഈ ആവശ്യങ്ങൾ യുക്രൈന്റെ നിലനിൽപ്പിനും പരമാധികാരത്തിനും ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖല പൂർണ്ണമായും റഷ്യക്ക് കൈമാറാൻ യുക്രൈൻ തയ്യാറാകണമെന്നാണ് പുടിന്റെ പ്രധാന ആവശ്യം. കൂടാതെ 2 പ്രവേശികൾ ഉൾപ്പെടുന്ന ഒരു മേഖല യുക്രൈന്റെ പ്രധാന പ്രതിരോധ കോട്ടയാണ്. 2014 മുതൽ റഷ്യൻ അനുകൂല വിമതർ ഇവിടെ സജീവവുമാണ്. ഈ പ്രവേശികളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് റഷ്യക്ക് നിലവിൽ നിയന്ത്രണമുള്ളതും. എന്നാൽ പൂർണ്ണമായ നിയന്ത്രണം റഷ്യക്ക് ലഭിക്കണമെന്നാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. നാറ്റോയിൽ ചേരാനുള്ള ശ്രമങ്ങൾ യുക്രൈൻ പൂർണ്ണമായും ഉപേക്ഷിക്കണം. നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസമാണ് യുദ്ധത്തിന് പ്രധാന കാരണമെന്ന നിലപാടാണ് റഷ്യ തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. യുക്രൈൻ ഒരു നിഷ്പക്ഷ രാഷ്ട്രമായി നിലകൊള്ളുകയും നാറ്റോയിൽ ചേരാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ റഷ്യ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും പുടിൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. യുക്രൈൻ തങ്ങളുടെ അതിർത്തികളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനികരെ വിന്യസിക്കാൻ പാടില്ല. യുക്രൈൻ സൈനികമായി ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ചില തന്ത്രപ്രധാനമായ മേഖലകളിൽ റഷ്യയുടെ സൈനിക മുന്നേറ്റം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പുടിൻ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഗേഴ്സൺ, സപ്പോറിഷ്യ തുടങ്ങിയ മേഖലകളും റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന പുടിൻ പുതിയ നിർദ്ദേശങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. ഇതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കൂടാതെ ചില മേഖലകളിലെ ഭാഗങ്ങൾ യുക്രൈന് തിരികെ നൽകാൻ റഷ്യ തയ്യാറായേക്കുമെന്നും പറയുന്നുണ്ട്. പുടിന്റെ ഈ പുതിയ നിർദ്ദേശങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉടൻ തന്നെ തള്ളിക്കളഞ്ഞു. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് 1 ഇഞ്ച് ഭൂമി പോലും ഒരു വിദേശ ശക്തിക്കും വിട്ടുകൊടുക്കില്ലെന്ന് സെലൻസ്കി ആവർത്തിച്ച് വ്യക്തമാക്കി. ഡോൺബാസ് യുക്രൈന്റെ അഖണ്ഡതയുടെ ഒരു നിർണായക ഭാഗമാണെന്നും അത് വിട്ടുകൊടുക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭീഷണിയാണെന്നും യുക്രൈൻ നിലപാടെടുത്തു. അലസ്കയിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ട്രംപ് യുക്രൈനുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഒരു സമാധാന ഉടമ്പടിക്ക് സമ്മർദ്ദം ചെലുത്തിയത് യുക്രൈനെയും സഖ്യകക്ഷികളെയും ആശങ്കയിലാഴ്ത്തിയിരുന്നു. ട്രംപിന്റെ ഈ നിലപാട് റഷ്യക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കുമോ എന്ന ഭയം സെലൻസ്കിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുടിൻ എന്താവശ്യപ്പെട്ടാലും ട്രംപ് അതിനെ അനുകൂലിക്കുമോ എന്ന ഭയം യുക്രൈൻ സൈനിക വൃന്ദങ്ങൾക്കിടയിലുമുണ്ട്. ഈ നിർദ്ദേശങ്ങൾ റഷ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതായും സൂചനകളുണ്ട്. എന്നിരുന്നാലും ഈ പുതിയ നീക്കങ്ങൾ ഇരുപക്ഷവും തമ്മിലുള്ള നിലവിലെ വലിയ അകലം കുറയ്ക്കാൻ പര്യാപ്തമല്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലും. സമാധാന ഉടമ്പടിക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ശേഷം ഇരു രാജ്യങ്ങളുടെയും നിലപാടുകളിൽ ഇപ്പോഴും കാതലായ വ്യത്യാസങ്ങളുണ്ട്. റഷ്യ ആവശ്യപ്പെടുന്നത് യുക്രൈന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു ഭീഷണിയാണെന്ന് യുക്രൈൻ വിശ്വസിക്കുന്നു. മറുവശത്ത് നാറ്റോയുടെ വിപുലീകരണം ഒരു പ്രധാന സുരക്ഷാ ഭീഷണിയാണെന്ന് റഷ്യ കരുതുന്നു. സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണമെങ്കിൽ ഇരുപക്ഷം തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ അതിനുള്ള ഒരു സൂചനയും കാണുന്നില്ല. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നത് ട്രംപിന്റെ നിലപാടിനെയും സെലൻസ്കിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ആശ്രയിച്ചിരിക്കും. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും, അതിന്റെ ഫലം എന്തായിരിക്കും, സമാധാന ഉടമ്പടി ഉണ്ടാകുമോ അതോ സംഘർഷം നീണ്ടുപോകുമോ എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. ഈ വിഷയം ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത്. സമാധാനപരമായ ഒരു പരിഹാരത്തിനായി ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടുതൽ അനിശ്ചിതത്വങ്ങളാണ് സൃഷ്ടിക്കുന്നത്.